السلام عليكم ورحمة الله. الحمد لله رب العالمين، والعاقبة للمتقين، فلا عدوان إلا على الظالمين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കോഴിക്കോട് സൗത്ത് ജില്ലയുടെ ഫലഖ് പ്രഭാത സംഗമത്തിലാണ് നമ്മൾ ഉള്ളത്. ഇന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ മരണം വരെ പ്രാവർത്തികമാക്കിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനോട് മുറുകെ പിടിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു വചനം, അത് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, ഇനി പറയുന്ന വാക്കുകൾ, വാചകങ്ങൾ, പ്രവാചകന്റെ ഈ വചനം എല്ലാവരും പഠിച്ചിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ആയുസ്സിൽ, നമ്മുടെ മരണം വരെയുള്ള ജീവിതത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് ഈ ഹദീസ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ വാചകം അറിയുക. എന്ത് തന്നെ നമ്മൾ നേടിയാലും ഇനി പറയാൻ പോകുന്ന ഈ പ്രാർത്ഥന, ഈ ഹദീസ്, ഈ ദുആ, മരണം വരെയുള്ള നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ്. ഈ ഹദീസ് നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത് മഹാനായ പ്രവാചകന്റെ സ്വഹാബികളിൽ ഏറ്റവും അടുത്ത പ്രവാചകന്റെ സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത, ഒരുപാട് ചരിത്രങ്ങൾ റസൂലുള്ളാഹിൽ നിന്നും വിശദീകരിക്കുന്ന സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത് ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ മുസ്നദിലും ഇമാം ത്വബറാനിയുടെ മുഅ്ജമിലുമൊക്കെ വേറെയും ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസാണിത്. ഈ ഹദീസിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ ഹദീസിന്റെ തുടക്കം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ തുടക്കം പറയുന്ന പ്രകാരമാണ്: മാ അസ്വാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹസനുൻ. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കും തന്നെ, ഒരു മനുഷ്യനും, ഒരു ദുഃഖവും ഒരു പ്രയാസവും ഒരു മനോവേദനയും ബാധിക്കുന്നില്ല. ഫഖാൽ, അങ്ങനെ ഒരു മനപ്രയാസം, ഒരു ദുഃഖം, ഒരു ടെൻഷൻ, നമ്മൾ തകർന്നു പോകുന്ന ഒരു വേദന നമ്മുടെ മനസ്സിനെ ബാധിച്ചാൽ അവൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിക്കുക. എന്നിട്ട് ആ പ്രാർത്ഥനയുടെ അവസാനം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, ഈ പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുഃഖവും അവന്റെ മനക്ലേശവും അവന്റെ ടെൻഷനും മാറ്റിക്കൊടുക്കാതിരിക്കില്ല. വ അബ്ദലഹു മകാനഹു ഫറഹ, മാത്രവുമല്ല ആ ദുഃഖിതനായ, മനസ്സു വേദനിക്കുന്ന, ടെൻഷൻ അടിക്കുന്ന മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു പകരമായിട്ട് അവന് സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്യും. രണ്ടു കാര്യമാണുള്ളത്. ടെൻഷനും ദുഃഖവും അനുഭവിക്കുന്ന, മനസ്സു തകർന്നു പോകുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ആ ടെൻഷൻ അള്ളാഹു നീക്കുക മാത്രമല്ല, അതിനു പകരം അവന് സന്തോഷം നൽകുക കൂടി ചെയ്യും. അതിന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, ആ പ്രാർത്ഥനയിലേക്ക് വരുന്നതിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചൊരു വചനമുണ്ട്. മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറി മറിയുന്ന ഒന്നാണ്. ലഖൽബു ബിനി ആദം അശദ്ദു ഖിലാബൻ മിനൽ ഖിദർ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ഖൽബ് എന്ന് പറഞ്ഞാൽ, ഒരു വെള്ളം ചൂടാക്കാൻ വേണ്ടി ഒരു ചട്ടിയിൽ വെള്ളം വെച്ചാൽ അത് അടുപ്പിൽ തിളച്ചു മറിയുന്നതിനേക്കാൾ ആ വെള്ളം
ചൂട് കൊണ്ട് അതിശക്തമായി തിളച്ചു മറിയുന്നതിനേക്കാൾ ശക്തമായിട്ട് മനുഷ്യന്റെ മനസ്സ് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് മനുഷ്യന്റെ മനസ്സ്. എപ്പോഴാണ് ഈ മനസ്സ് ഇളകാൻ അറിയങ്ങൾ? വല്ല ബുദ്ധിമുട്ടും വരുമ്പോൾ, വല്ല പ്രയാസങ്ങളും വരുമ്പോൾ. ഏറ്റവും വലിയ അസുഖം തരങ്ങൾ മനസ്സിനെ ബാധിക്കുന്ന അസുഖമാണ്. ഒരാൾക്കൊരു അസുഖം വന്നാൽ ആ അസുഖത്തിന്റെ ടെൻഷനാണ് ഏറ്റവും വലിയ അസുഖം. ശാരീരികമായിട്ടുള്ള അസുഖമല്ല, അതിനേക്കാൾ ഏറ്റവും വലിയ അസുഖം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അസുഖമാണ്. മനസ്സിന്റെ അസുഖമാണ് ഒരു 70% അസുഖമുള്ളത്. ഈ മനസ്സിന്റെ ടെൻഷൻ, അതിന്റെ പ്രയാസം, അതിന്റെ ബുദ്ധിമുട്ട്, അത് മാറാനുള്ള പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നത്. ഞാൻ ആ പ്രാർത്ഥന പറയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന ഇതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ദുഃഖവും ബുദ്ധിമുട്ടും പ്രയാസവും വന്നാൽ അവന് ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ: അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക أو أنزلته في كتابك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഇതാണ് പ്രാർത്ഥന. കേൾക്കുമ്പോൾ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും. 4 വരിയേ ഉള്ളൂ. സഹോദരന്മാരെ, സഹോദരികളെ, ഈ 4 വരി നമ്മൾ പരിശ്രമിച്ച് പഠിച്ചാൽ മരണം വരെയുള്ള ഈ യാത്രയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഇത് നമുക്ക് ഉപകാരപ്പെടും. മെനക്കെട്ട് പഠിച്ചോളൂ നിങ്ങൾ ഈ ദുആ. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാചകാണത്. നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന ഏത് ടെൻഷനാവട്ടെ, പ്രതിസന്ധിയാവട്ടെ, പ്രയാസമാവട്ടെ, ആ സന്ദർഭത്തിൽ ഈ ദുആ മുറുകെ പിടിക്കുന്ന വ്യക്തിയുടെ മനസ്സിന്റെ ടെൻഷനും പ്രയാസവും ദുഃഖവും അള്ളാഹു മാറ്റിക്കൊടുത്തിട്ട് അതിന് പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സന്തോഷം പ്രദാനം ചെയ്യുമെന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹയിന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ സംസാരിക്കുന്നത്. ഈ ദുആ പഠിക്കാനൊരു പ്രയാസമല്ല. ആവശ്യം വരുമ്പോൾ നമ്മളത് പഠിക്കും. ഇത്രയും പ്രാധാന്യപൂർവ്വം അള്ളാഹുവിന്റെ റസൂല് പ്രവാചകന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. അതുകൊണ്ടാണ് ഈ ദുആന് ദുആ ഉൽ കർബ്, ദുആ ഉൽ ഹമ്മ്, ദുആ ഉൽ ഹസൻ എന്നൊക്കെ പേര് വന്നത്. ദുഃഖം വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, മനസ്സ് താളം തെറ്റുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, മനസ്സിന് പ്രയാസം വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്ന് ഹദീസിന്റെ കിതാബുകൾ രേഖപ്പെടുത്താനുള്ള കാരണം ഇതിന്റെ പ്രാധാന്യം അത്രമാത്രമുണ്ട്. ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന കാണാൻ കഴിയില്ല. ഇങ്ങനത്തെ ഒരു ദുആ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പ്രാർത്ഥനയിൽ എല്ലാം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അള്ളാഹുവേ ഞാൻ നിന്റെ അടിമയാണ്, ഇബ്നു അമതിക, ഞാൻ നിന്റെ അടിമ സ്ത്രീയുടെ മകനാണ്, അള്ളാഹുവേ ഞാൻ നിന്റെ അടിമയാണ്, ഇബ്നു അബ്ദിക നിന്റെ അടിമയുടെ മകനാണ്, ഇബ്നു അമതിക നിന്റെ അടിമ സ്ത്രീയുടെ മകനാണ്. നമ്മുടെ എല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ വിനയാനിതനായിട്ട് പറയാണ്: അള്ളാഹു നിന്റെ അടിമയാണ് ഞാൻ, നിന്റെ അടിമയുടെ മകനാണ് ഞാൻ, നിന്റെ അടിമ സ്ത്രീയുടെ അടിയാത്തിയുടെ മകനാണ് ഞാൻ. നാസിയതി ബിയദിക, എന്റെ മൂർധാവ് നിന്റെ കയ്യിലാണ്, എന്റെ എല്ലാം പടച്ചവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. മാലിൻ ഫിയ ഹുക്മുക, നിന്റെ എല്ലാ വിധികളും നീ എന്നിൽ നടപ്പിലാക്കുകയാണ്. അതിനുള്ള അധികാരം അള്ളാഹുവിനുണ്ട്. അദ്ലുൻ ഫിയ ഖളാഉക, നിന്റെ എല്ലാ ഖളയും നീതിയോടുകൂടി നീ എന്നിൽ നടപ്പാക്കുന്നു. എന്നിട്ട് പറയാണ് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, അള്ളാഹുവേ നിനക്കുള്ള നിന്റെ എല്ലാ നാമങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട്, നിന്റെ എല്ലാ അസ്മാകളും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. സമ്മൈത ബിഹി നഫ്സക്, നീ നിനക്കിട്ടിരിക്കുന്ന എല്ലാ അസ്മാകളും നാമങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അതല്ലെങ്കിൽ നീ നിന്റെ സൃഷ്ടികളിൽ ഒരാളെ പഠിപ്പിച്ച എല്ലാ നാമങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഔ അൻസൽതഹു ഫീ കിതാബിക്, അതുമല്ലെങ്കിൽ പടച്ചവനെ നിന്റെ ഖുർആനിൽ നീ അവതരിപ്പിച്ചിരിക്കുന്ന എല്ലാ നാമങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. വീണ്ടും നമ്മൾ പറയണം അതുമല്ല പടച്ചവനെ, നീ ആർക്കും പറഞ്ഞു കൊടുക്കാതെ നിന്റെ ഇൽമുൽ ഗൈബിൽ നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നാമങ്ങളുണ്ടല്ലോ, ആ നാമങ്ങളും ഒരാൾക്കും അറിയിച്ചു കൊടുക്കാതെ നിന്റെ ഇൽമുൽ ഗൈബിൽ നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നാമങ്ങളും അതും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്?
അള്ളാഹുവെ ഈ ഖുർആൻ എന്റെ മനസ്സിനൊരു സന്തോഷാക്കണേ, ഈ ഖുർആൻ എന്റെ മനസ്സിനൊരു വസന്തമാക്കണേ. വനൂറ സ്വദിരി, ഈ ഖുർആൻ എന്റെ മനസ്സിന് ഒരു പ്രകാശമാക്കണേ. വജലാഅ ഹുസ്നി, എന്റെ മനസ്സിന്റെ ദുഃഖങ്ങൾ ഇതുമൂലം നീക്കിക്കളയണം റഹ്മാനായ റബ്ബേ. വദഹാബ ഹമ്മി, എന്റെ മനക്ലേശം പോക്കിക്കളയണേ. നോക്കി നിങ്ങൾ, ഈ ഖുർആൻ എന്റെ മനസ്സിന് പ്രകാശാക്കണം, എന്റെ വസന്തമാക്കണം. എന്റെ മനസ്സിനെ ബാധിച്ച എല്ലാ ടെൻഷനും നീ നീക്കിത്തരണം, എന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീ നീക്കിത്തരണം എന്ന് റസൂല പറയണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇല്ല അദ്ഹബല്ലാഹു ഹമ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ പ്രയാസം, ആ ദുഃഖം നീക്കിത്തരാതിരിക്കുകയില്ല. വഹുസ്നഹു, അവന്റെ ആ ദുഃഖത്തെ പോക്കിക്കളയാതിരിക്കുകയില്ല. വ അബ്ദലഹു മകാനഹു ഫറഹ, അതിനു പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്യും. സഹോദരന്മാരെ, സഹോദരികൾ, ഈ പ്രഭാതത്തിൽ ഇന്നത്തെ രാവിലെ ഈ പ്രാർത്ഥന നിങ്ങൾ മുറുകെ പിടിക്കണം. കാരണം അള്ളാഹുവിന്റെ എല്ലാ അസ്മാഉ സിഫാത്തും മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഇനി ഒന്നുമില്ല, അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് തരാത്ത അസ്മാഉ സിഫാത്തുകളുണ്ട്, അള്ളാഹുവിന്റെ ഇൽമിൽ ഗൈബിലുള്ള, അതും മുന്നിൽ വെച്ചുകൊണ്ട്, എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയണം, പടച്ചവനെ എന്റെ എല്ലാ പ്രയാസവും നീക്കി തരണം, എന്റെ എല്ലാ ദുഃഖവും നീക്കി തരണം, ഞാൻ ആകെ പ്രയാസത്തിലാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച സഹോദരർക്ക് ഉറപ്പാണ്, ഉറപ്പാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയാ പകരം കിട്ടും. അതുകൊണ്ട് ഇത് കുറച്ച് 4-5 വരിയുണ്ടെങ്കിലും ഇത് നിങ്ങൾ മുറുകെ പിടിക്കണം. ഈ ജീവിതയാത്രയിൽ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ തളർന്നു പോകാതിരിക്കാൻ, നമ്മൾ തകർന്നു പോകാതിരിക്കാൻ, നമ്മുടെ പ്രയാസങ്ങൾ നീക്കിട്ടാൻ, മനസ്സിന് ഉറപ്പ് കിട്ടാൻ, പല സന്ദർഭത്തിലും പല പ്രയാസങ്ങളും നമ്മളെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് മനസ്സിന്റെ വേദന കൂടുന്ന സമയത്ത് തളർന്നു കിടക്കാതിരിക്കാൻ, നമുക്ക് ധൈര്യം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. നമ്മൾ പഠിക്കണം. ഈ ഹദീസിന്റെ അവസാനത്തില് അള്ളാഹുവിന്റെ റസൂൽ ഒരു വാചകം പറയുന്നുണ്ട്. ഈ ഹദീസ് റസൂലുള്ള സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോ സ്വഹാബികൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയാം? ഇതിന്റെ അവസാനം പറയുന്നത് അലാ നതഅല്ലമു, അള്ളാഹുവിന്റെ റസൂലെ ഇത് ഞങ്ങൾ പഠിക്കട്ടെ എന്ന് സ്വഹാബികൾ ചോദിക്കുകയാണ്. ഈ ദുആ ഞങ്ങൾ പഠിക്കട്ടെ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ബല, അതെ നിങ്ങൾ പഠിച്ചോളൂ. എന്നിട്ട് റസൂൽ പറഞ്ഞു പഠിച്ചാൽ മാത്രം പോരാ. അള്ളാഹുവിന്റെ റസൂൽ പറയണേ ഈ ദുആ കേൾക്കുന്നവരൊക്കെ പഠിക്കൽ അനിവാര്യമാണെന്ന്. ഈ ഹദീസിന്റെ അവസാനം അങ്ങനെ കാണാൻ കഴിയും. ഈ ദുആ ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവരൊക്കെ ഈ ദുആ പഠിക്കൽ അനിവാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിന്റെ അവസാനം പറയുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇതൊരു മുതലാണ്, ഇതൊരു സമ്മാനാണ്, ഇതൊരു ഖൈറാണ്. ഇങ്ങനത്തെ ഒരു ദുആ വേറെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, ഇത് പ്രത്യേകം നമ്മൾ പഠിക്കുക, നമ്മളെ മക്കളെ പഠിപ്പിക്കുക, കുടുംബത്തെ പഠിപ്പിക്കുക. ഒന്നുകൂടെ ആ പ്രാർത്ഥന ആവർത്തിക്കുകയാണ്. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو علمته أحدا من خلقك أو أنزلته في كتابك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. ജുനൈദ് സ്വലാഹി, ഈ പ്രാർത്ഥനയുടെ ടെക്സ്റ്റും അതിന്റെ അർത്ഥവും നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടാൽ ഇന്ന് ഇത് കേട്ട ശ്രോതാക്കൾക്കൊക്കെ അത് പഠിക്കാൻ സൗകര്യമാവും. ബഹുമാനപ്പെട്ട ഉസ്താദിനോട് അതൊന്ന് അയച്ചു തരാൻ വേണ്ടി പറയാ, നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്ദി പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ ഫൂട്ടറായിട്ട് താഴെ ഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോൻ്റെ ക്ലിപ്പിങ്ങിൽ ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ ഇത് കൊടുക്കാം, ടെക്സ്റ്റ് ഞാൻ കൊടുക്കാം. ഇൻഷാ അല്ലാ ഇതിന്റെ ടെക്സ്റ്റ് കൊടുക്കണോ? ടെക്സ്റ്റ് നോക്കി വായിച്ച് പഠിക്കാനല്ലേ? അതിനെ ഞാൻ വീഡിയോയിൽ കൊടുക്കാം. ആ